ദേവകി മുത്തശ്ശി പൂർണ്ണമായും കിടപ്പിലായ വിവരം മനു വളരെ പെട്ടെന്നാണ് അറിഞ്ഞത്. അവനെ സംബന്ധിച്ച് അതൊരു സുവർണാവസരമായിരുന്നു. തന്നെ തടയാൻ ഇനി ആ വീട്ടിൽ ആരുമില്ലെന്ന ചിന്ത അവൻ്റെ ഉള്ളിലെ കറുത്ത ആഗ്രഹങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്നു. ഇഷാൻ ഇപ്പോഴും ശേഖരൻ മുതലാളുടെ വീട്ടിലെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ മരുന്നിനും ഒരു നേരത്തെ ഭക്ഷണത്തിനുമുള്ള വക കണ്ടെത്താൻ അവൾക്ക് ആ ജോലി അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടിയ ഒരു അമാവാസി രാത്രിയായിരുന്നു അത്. ശേഖരൻ മുതലാളുടെ വീട്ടിൽ എന്തോ വിശേഷമുണ്ടായിരുന്നതിനാൽ ഇഷാനിക്ക് ജോലി തീർക്കാൻ ഏറെ വൈകി. രാത്രി 10 മണി കഴിഞ്ഞിരുന്നു അവൾ ഇറങ്ങുമ്പോൾ. വിജനമായ ഗ്രാമീണ റോഡിലൂടെ അവൾ ഭയത്തോടെ വേഗത്തിൽ നടന്നു. കാറ്റിൻ്റെ മർമരവും ചീവീടുകളുടെ ശബ്ദവും ഒഴിച്ചാൽ വഴിയിൽ മറ്റൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ കാത്തിരുന്ന മുത്തശ്ശിയുടെ മുഖമാണ് അവൾ കണ്ടത്. തളർന്നു വന്നിട്ടും ഇഷാനി ഒട്ടും മടി കാണിച്ചില്ല. അവൾ വേഗത്തിൽ അടുപ്പ് കൂട്ടി കഞ്ഞിയുണ്ടാക്കി. ആവി പറക്കുന്ന കഞ്ഞിയും മുത്തശ്ശിയുടെ സ്ഥിരം മരുന്നുകളും എടുത്തു കൊടുത്തു. മുത്തശ്ശിയുടെ നെറ്റിൽ തലോടി അവരെ ആശ്വസിപ്പിച്ചുറക്കിയ ശേഷമാണ് അവൾക്കല്പം ആശ്വാസം ലഭിച്ചത്. രാത്രി ഏറെ വൈകിയിരുന്നു. കട്ട പിടിച്ചിരുട്ടാണ് പുറത്ത്. വീട്ടിലെ പണികൾ മുഴുവൻ തീർക്കണമല്ലോ എന്ന് കരുതി ഇഷാനി കഴുകാനുള്ള പാത്രങ്ങളും എടുത്ത് അടുക്കളയ്ക്ക് പുറത്തുള്ള മുറ്റത്തെ കിണറ്റിൻ കരയിലേക്ക് ഇറങ്ങി. ചുറ്റും ഘനമുള്ള ഇരുട്ടായിരുന്നു. ആ വീട്ടിൽ ഒരൊറ്റ ബൾബ് മാത്രമാണ് തെളിഞ്ഞു നിന്നിരുന്നത്. അത് ആ ഇരുട്ടിനെ മാറ്റാൻ ഒട്ടും പര്യാപ്തമായിരുന്നില്ല. ദൂരെ എവിടെയോ തെരുവു നായ്ക്കൾ ഓരിയിടുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക തരം ഭയത്തോടെ അവൾ പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഒരു നിഴൽ രൂപം അവൾക്ക് നേരെ പാഞ്ഞെടുത്തത്. ഇഷാനിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഒരു പരുക്കൻ കൈ അവളെ പിന്നിൽ നിന്ന് വരഞ്ഞു മുറുക്കി. മറ്റൊരു കൈ അവളുടെ വായ ബലമായി പൊത്തിപ്പിടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ക്രൂരമായ സ്പർശനത്തിൽ ഇഷാൻ ഞെട്ടിവിറച്ചു. ഭയത്തിന്റെ ഒരു തണുത്ത തരംഗം അവളുടെ നട്ടെല്ലിലൂടെ പാഞ്ഞുപോയി. കയ്യിലിരുന്ന സ്റ്റീൽ പാത്രങ്ങൾ വലിയ ശബ്ദത്തോടെ കല്ലിൽ തട്ടി നിലത്തു വീണു ചിതറി. ആ ശബ്ദം ആ നിശബ്ദമായ രാത്രിയിൽ ഭയാനകമായി മുഴങ്ങി. അവളുടെ തൊണ്ടയിൽ നിന്ന് ഒരു നിലവിളി ഉയരാൻ ശ്രമിച്ചെങ്കിലും മനുവിന്റെ പരുക്കൻ കൈകൾ അത് പുറത്തു വരാൻ സമ്മതിച്ചില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. ആ സമയം അകത്തെ മുറിയിൽ ഉറക്കമില്ലാതെ കിടക്കുകയായിരുന്ന ദേവകി മുത്തശ്ശി പുറത്തുനിന്ന് കേട്ട പാത്രങ്ങൾ വീഴുന്ന ശബ്ദവും ഇഷാനുടെ നേർത്ത വിതുമ്പലും തിരിച്ചറിഞ്ഞു. എന്തോ വലിയ വിപത്ത് നടക്കുന്നുണ്ടെന്ന് ആ വൃദ്ധ ഹൃദയം മനസ്സിലാക്കി. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ആകാതെ കാലുകൾ തളർന്നു കിടക്കുന്ന ആ അവസ്ഥയെ ശപിച്ചുകൊണ്ട് അവർ കിടന്നു പിടഞ്ഞു. ഇഷാനി മോളെ, എന്റെ പൊന്നു മോളെ, ആരാടാ അവിടെ എന്ന് വിളിച്ച് മുത്തശ്ശി നെഞ്ചുരുകി കരയാൻ തുടങ്ങി. സ്വന്തം ജീവനായ കൊച്ചുമകളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ നിസ്സഹായ അവസ്ഥയെ ശപിച്ച് അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മുത്തശ്ശിയുടെ ആ ദയനീയമായ വിലാപം പുറത്തുനിന്ന് ഇഷാനിയുടെ കാതുകളിലും എത്തി. അതേസമയം മനു അവളെ അടുക്കള ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ വായ തടഞ്ഞു വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് അടുത്തു വന്നു. അവന്റെ വായിൽ നിന്നുള്ള മദ്യത്തിന്റെ നാറ്റം അവൾക്ക് അറപ്പുണ്ടാക്കി. അവളുടെ മൃദുലമായ ചുണ്ടുകളിൽ ബലമായി ഉമ്മ വെക്കാൻ അവൻ ആഞ്ഞു. എന്നാൽ പെട്ടെന്നൊരു അത്ഭുതം പോലെ അകത്തുനിന്ന് കേട്ടിരുന്ന മുത്തശ്ശിയുടെ ആ വിളിയും കരച്ചിലും ഒറ്റ നിമിഷത്തിൽ നിലച്ചു. അവിടെ ഭയാനകമായ ഒരു നിശബ്ദത പടർന്നു. ആ നിശബ്ദത ഇഷാനുടെ ഉള്ളിൽ വലിയൊരു ഭയത്തോടൊപ്പം ഒരു പുതിയ ചിന്തയ്ക്കും കാരണമായി. എൻ്റെ മുത്തശ്ശിക്ക് എന്തു പറ്റി? എനിക്കിപ്പോൾ ഈ ലോകത്ത് ആരുമില്ല, എൻ്റെ മുത്തശ്ശി മാത്രം. ഇങ്ങനെ പേടിച്ച് പേടിച്ച് എത്ര നാൾ ഞാൻ ജീവിക്കും? എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് ഇങ്ങനെ ആരുടെയെങ്കിലും മുന്നിൽ തോറ്റു കൊടുക്കാനാണോ? ആരെയാണ് ഞാൻ ഈ പേടിക്കുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത ഞാനാണോ, അതോ ഈ ക്രൂരനാണോ ഭയപ്പെടേണ്ടത്? എനിക്ക് ജീവിക്കണം, എൻ്റെ മുത്തശ്ശിയെ എനിക്ക് നോക്കണം. ഇനി ഞാൻ ഭീരുവാകില്ല.
മനസ്സിൽ ആളിക്കത്തിയ ആത്മാഭിമാനവും ക്രോധവും പ്രതിരോധത്തിൻ്റെ അഗ്നിയും ഒന്നിച്ചുകൂടി. അവൾ തൻ്റെ സർവ്വശക്തിയും എടുത്ത് മനുവിനെ നെഞ്ചിലേക്ക് ആഞ്ഞു തള്ളി. ലഹരിയുടെ പുറത്തുനിന്ന മനു ഈശാനയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ശക്തമായ പ്രതിരോധം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ നിയന്ത്രണം വിട്ട് പുറകോട്ട് തെറിച്ചു വീണു. ആ സെക്കൻഡുകളിൽ ഇഷാനി മിന്നൽ വേഗത്തിൽ അടുക്കളയിലേക്ക് ഓടിക്കയറി. ഭയമല്ല, ഇപ്പോൾ അവളുടെ കണ്ണുകളിൽ കലിയായിരുന്നു. അവിടെ വെജിറ്റബിൾ കട്ടറിനടുത്തിരുന്ന മൂർച്ചയുള്ള വലിയ വെട്ടുകത്തി അവൾ കയ്യിലെടുത്തു. ചുവന്നു തൊടുത്ത കണ്ണുകളോടെ ഭയത്തിന്റെ ലേശവുമില്ലാതെ കത്തുന്ന ഭദ്രകാളിയെ പോലെ അവൾ പുറത്തേക്ക് നടന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്ന മനുവിന്റെ നേർക്ക് അവൾ നടന്നു ചെന്നു. കത്തിയവന്റെ കഴുത്തിന് നേരെ കൃത്യമായി ചൂണ്ടിക്കൊണ്ട് ഗ്രാമത്തെ വിറപ്പിക്കുന്ന ശബ്ദത്തിൽ അവൾ അലറി, ഇനി നീ എന്നെ തൊട്ടാൽ, എന്റെ നേരെ കൈ ഓങ്ങിയാൽ നിന്റെ കഴുത്ത് ഞാൻ ഈ കത്തി കൊണ്ടറക്കും. ഓർത്തു വെച്ചോ മനു. അവളുടെ കണ്ണുകളിലെ ആ തീഷ്ണതയും വാക്കുകളുടെ ദൃഢതയും കണ്ട് മനു ശരിക്കും ഭയന്നുപോയി. അവന്റെ ലഹരിയെല്ലാം ആ ഒരൊറ്റ സെക്കൻഡിൽ ഇറങ്ങിപ്പോയി. അവന്റെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ പാവമായി കരയുന്ന പെൺകുട്ടിയല്ല, പകരം തന്നെ വെട്ടി നുറുക്കാൻ മടിക്കാത്ത ഒരു ഭദ്രകാളിയാണെന്ന് അവന് തോന്നി. കൂടുതൽ നിന്നാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മനുരുട്ടിലേക്ക് ഓടി മറഞ്ഞതും ഇഷാനയുടെ കയ്യിൽ നിന്ന് ആ വെട്ടുകത്തി വലിയ ശബ്ദത്തോടെ താഴെ വീണു. അതുവരെ ഉള്ളിൽ പിടിച്ചുവെച്ച ധൈര്യമെല്ലാം പെട്ടെന്ന് ചോർന്നു പോയതുപോലെ അവൾ തറയിലേക്ക് തളർന്നിരുന്നു പൊട്ടിക്കരഞ്ഞു. ചുറ്റും വീണ്ടും ഇരുട്ടും നിശബ്ദതയും പടർന്നു. തറയിലിരുന്ന് കുറെ നേരം കരഞ്ഞ ശേഷമാണ് ഇഷാനിക്ക് അകത്ത് കിടക്കുന്ന മുത്തശ്ശി ഓർമ്മ വന്നത്. പെട്ടെന്നൊരു കൊല്ലിയൻ മിന്നിയതുപോലെ അവൾ ചാടി എഴുന്നേറ്റു. കണ്ണീരൊപ്പി വേച്ച് വേച്ച് വീഴുന്ന കാലുകളോടെ അവൾ അകത്തെ മുറിയിലേക്ക് ഓടി. മുറിയിൽ നേർത്തൊരു വെളിച്ചം മാത്രം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. കിടക്കയിൽ ദേവകി മുത്തശ്ശി തിരിഞ്ഞു കിടക്കുകയായിരുന്നു. ഒട്ടും ചലനമില്ലായിരുന്നു ആ ശരീരത്തിന്. ഇഷാനി ഓടിച്ചെന്ന് മുത്തശ്ശിയുടെ തോളിൽ പിടിച്ചു കുലുക്കി. മുത്തശ്ശി, ഞാൻ വന്നു. അവൻ പോയി മുത്തശ്ശി, ഞാൻ അവനെ ഓടിച്ചു, അവൾ ഒച്ചയിട്ട് പറഞ്ഞു. എന്നാൽ മുത്തശ്ശിയിൽ നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായില്ല. അവൾ മുത്തശ്ശിയുടെ കൈകളിൽ തൊട്ടു. വിറയ്ക്കുന്ന ആ കൈകൾക്ക് ഇപ്പോൾ ഒരു തണുപ്പായിരുന്നു, ജീവനില്ലാത്ത തണുപ്പ്. ഇഷാന് ഭയത്തോടെ മുത്തശ്ശിയുടെ മൂക്കിനടുത്തേക്ക് കൈവിരലുകൾ നീട്ടി. ശ്വാസവും ഇല്ലായിരുന്നു. നെഞ്ചിൽ കൈവച്ചു നോക്കി. ആ ഹൃദയമിടിപ്പ് എന്നേക്കുമായി നിലച്ചിരുന്നു. പുറത്ത് മനുവിന്റെ കൈകളിൽ അകപ്പെട്ട കൊച്ചുമകളുടെ അവസ്ഥയോർത്ത് പിണഞ്ഞ ആ വൃദ്ധഹൃദയം നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റത്ത് വെച്ച് നിശ്ചലമായി കഴിഞ്ഞിരുന്നു. മുത്തശ്ശി! ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഇഷാനയുടെ നിലവിളി ഉയർന്നു. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോറിയുടെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അതുപോലെ ഇതുപോലുള്ള സ്റ്റോറീസ് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.